ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ഷോ അടിച്ചിരിക്കുന്ന ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഒന്ന് സംഭവം. ഇത് ഭയങ്കരമായ ഒരു വിഷയം എന്നൊന്നും ഞാൻ പറയില്ല. ആക്ച്വലി ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത് ജോബിന് പോകാൻ വേണ്ടി തന്നെ ആയിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ചൊന്നുമല്ല, നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകുന്ന വീഡിയോ, അതിൽ ആക്ച്വലി എനിക്ക് ഒരു സംഭവം, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വീക്കൊക്കെ ആയിട്ടുണ്ടാവും. ഐത്തോട് ആക്ച്വലി അതൊക്കെ ഉണങ്ങി സംഭവം ഹീലായി എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ അതിനൊരു തരത്തിലും മാറ്റം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അതിൽ ഇപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ട്, മാത്രമല്ല നല്ല പോലെ നീരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഇട്ട ഡ്രസ്സ് നല്ല ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് പിന്നെയും ഡ്രസ്സ് മാറി അച്ഛനെ എനിക്ക് വായിരിക്കുന്നതൊക്കെ കേട്ടു. അയ്യോ, പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സൂര്യൻ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. ഇവിടെ എന്തായാലും നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ എത്തി. ടോക്കൺ നമ്പർ 55 ആയിരുന്നു നമ്മുടെ. അപ്പോൾ അത്യാവശ്യം തിരക്ക് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മുറിവോ ചതവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുക. കാരണം ഇത് ഇൻഫെക്ഷൻ ആയാൽ പിന്നെ പണിയാണ്. അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് വീട്ടിലെത്തി ഡ്രസ്സ് ചെയ്യിച്ചു. ആക്ച്വലി കുറച്ച് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, മെഡിസിൻ തന്നു. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇത് ഫീലാവുമെന്നാണ് പറഞ്ഞത്. എനിവേസ് ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് അവിടെ കിടപ്പാണ്. അതായത് കണ്ടില്ലേ. എനിവേസ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ടാറ്റാ.